അപ്പോൾ എൻ്റെ എല്ലാ ചങ്കൂടപ്പുറങ്ങൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ നമ്മൾ തമിഴ്നാട് ട്രിപ്പിൻ്റെ ആദ്യത്തെ ദിവസമാണ്. നമ്മൾ തമിഴ്നാട് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് നേരെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതുറയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിമലത്തുറ വരെയുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കിയാൽ മതി, ഇവിടുത്തെ വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടാത്ത സ്ഥലം നോക്കിയപ്പോഴേക്കും ഈ പുതിയതുറ തൊട്ട് നമ്മൾ അങ്ങോട്ടേക്ക്, അതായത് തെക്ക് വശത്തോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഏതായാലും ഇവിടെ നിന്ന് തന്നെ നമ്മൾ തുടങ്ങാമെന്ന് വിചാരിച്ച് തമിഴ്നാട് ട്രിപ്പിൻ്റെ ആദ്യ ദിവസം പുതിയതുറയാണ്. അപ്പോൾ ഇതാണ് ആ സ്ഥലം. അപ്പോൾ എൻ്റെ കയ്യിൽ ആദ്യം വെള്ളവും ക്യാനും ഉണ്ട്, അതുപോലെ തന്നെ ബാക്കിൽ ടെൻറ്റ്, ഫുഡ് ഐറ്റംസ് ഒക്കെ നിറച്ച ബാഗ്. അപ്പോൾ ഇതെല്ലാം അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യാത്ര തികച്ചും പ്ലാനിങ് ഒന്നും ചെയ്യാതെയാണ്. അപ്പോൾ എന്ന് വെച്ച് പറഞ്ഞാൽ എന്തൊക്കെ നടക്കും എങ്ങനെയൊക്കെയാണെന്നുള്ള ഒരു പ്ലാനിങ് ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ ഇല്ലാതെ നമ്മുടെ നാട്ടിൽ കൂടെ പോയി നടന്നു പോയി. അതായത് കേരള ഫിഷിംഗ് ട്രിപ്പ് നടത്തിയതുപോലെ തന്നെ നമ്മൾ ഈ ട്രിപ്പിൻ്റെ രീതിയും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയി അവിടെയുള്ള വള്ളങ്ങളിൽ ചോദിച്ച് പണിക്ക് പോയി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കടലിൽ വീഡിയോസും കാര്യങ്ങളെല്ലാം ഇടുന്നതായിരിക്കും. അപ്പോൾ നേരെ ഏതായാലും വീഡിയോയിലോട്ട് പോകട്ടെ. ബാഗും കാര്യങ്ങളെല്ലാം ഷെഡിലുണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചോദിച്ചപ്പോഴേക്കും രാത്രി പണിക്കാണ് പോകുന്നത്. അവർ ചോദിച്ച്, അതായത് നമ്മളെ ആ എഞ്ചിൻ കൊണ്ടുപോകുന്ന സ്രാങ്ക് എന്ന് പറയും. അപ്പോൾ ആ പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ അടുത്ത് ചോദിച്ചിട്ട് നമുക്കുള്ള ചാൻസ് ഉണ്ടെങ്കിൽ പണിക്ക് ഇന്ന് തന്നെ പോകാം. ഇന്ന് ഇവിടെ സ്റ്റേ അടിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ. അപ്പോൾ ആൾക്കാർ ചേട്ടന്മാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടല്ലേ, അവരാണ് ഇപ്പോൾ നമുക്ക് വള്ളം അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞത്. എന്താകുമെന്ന് അറിയാൻ വയ്യ, നോക്കാം. അപ്പോൾ ഒരുപാട് വള്ളങ്ങളെല്ലാം ഇറക്കി വരുന്നുണ്ട്. ചോദിച്ച് നോക്കട്ടെ. വണ്ടികളൊക്കെ വന്നിട്ട് വള്ളങ്ങളൊക്കെ താഴോട്ട് ഇറക്കി വിടുകയാണ്. ഇപ്പോൾ ഈ 2-3 വള്ളങ്ങളൊക്കെ പോയേ കണ്ടില്ലേ, അതെല്ലാം ഇപ്പോൾ ഇവിടെ നിന്ന് ഇറക്കി പോയതാണ്. ഞാനവിടെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന തിരക്കിലായതുകൊണ്ട് ആ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഏതായാലും ഇന്ന് അഥവാ പണിക്ക് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് സ്റ്റേ ചെയ്യുന്നതും അതുപോലെ തന്നെ കുക്കിങ്ങിൻ്റെയും കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു കോണ്ടാക്റ്റ് ഇല്ലാതെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് ചെയ്തിട്ട് ആൾക്കാരെ വിളിച്ചിട്ട് പോകുന്ന ഒരു യാത്രയല്ല. പറ്റുന്നതും ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് ഓരോ സ്ഥലത്തെത്തിയതിനു ശേഷം അവിടെയുള്ള ആൾക്കാരുകളുടെ അടുത്ത് ചോദിച്ച് അവിടുത്തെ വള്ളങ്ങളിൽ പണിക്ക് പോകാമെന്നുള്ള ഒരു ഐഡിയയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പോരായ്മകളും കുറവുകളും ഉണ്ടാകും. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ അതെല്ലാം തരണം ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ തുനിഞ്ഞിറങ്ങിയത്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഏതായാലും ഇവിടുത്തെ വള്ളങ്ങളെല്ലാം ഇറക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു വള്ളത്തിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ പണിക്ക് പോകാം, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കരയിലത്തെ വീഡിയോസ് കാണാട്ടെ. അങ്ങനെ വെച്ചാൽ അയ്യോ ഒരു ചെറിയൊരു പണി കിട്ടി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സിംഗിൾ പണിക്ക് ആരും പോകുന്നില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സിംഗിൾ പണിക്ക് ആയിരിക്കും പോകുന്നില്ല, എല്ലാവരും ഡബിൾ 2 ദിവസം 3 ദിവസം തങ്ങലിനാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ടേ കരയിൽ എത്തത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് നാളെ വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ ഇന്ന് കരയിലുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. വള്ളത്തിലെ ആൾക്കാർ അവർ മടിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിടാത്ത ഇപ്പോൾ ഛർദ്ദിക്കും, ഇവിടെ പോരാതെ നല്ല കാറ്റുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വള്ളത്തിൽ ആൾക്കാർ കൊണ്ടുപോകാൻ മടിക്കുന്നുണ്ട്. അപ്പോൾ സംഭവം അതാണ് കേട്ടോ. അല്ല നമുക്ക് ഇന്ന് തന്നെ പോകാമായിരുന്നു, പക്ഷേ സിംഗിൾ പണിക്ക് ആരും പോകുന്നില്ല. ഈ ഒരു ഉച്ച സമയത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി 7 മണി 8 മണിക്കൊക്കെയാണ് അവർ ഫിഷിംഗ് സ്പോട്ടിൽ എത്തുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്ന് പണിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെയുള്ള ഒരു ഫിഷിങ്ങിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ രാവിലെ ചൂണ്ടയ്ക്ക് പോയിട്ട് പിടിച്ചുകൊണ്ട് വന്ന തോണ്ടിക്കണവ, അതായത് തോട് കണവ എന്നൊക്കെ പറയില്ലേ, ആ ഒരു കണവയാണ്. ആ ഒരു കണവ അത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് കിലോയ്ക്ക് തൂക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വള്ളത്തിൽ നിന്ന് പിടിച്ചിട്ട് വന്നിട്ട് അതിനെ തൂക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസും കാര്യങ്ങളെല്ലാം വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. മീൻ വിൽക്കുന്നതെങ്കിലും കാണാം. രാവിലെ പോകുന്ന തടിമരത്തിലുള്ള കണവയാണ് ഈ നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അതായത് ഇത് ഇത്രയും ഒരു വള്ളത്തിൽ കിട്ടിയതല്ല, അതായത് ഒരു 10-20 മരത്തിൽ കിട്ടിയ കണവയാണ് ഈ ഒറ്റ ഇതിൽ 2 ബക്കറ്റിലായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അതിനെ തൂക്കിയെടുക്കുന്നതാണ്. ഇപ്പോൾ ഒരു 300 ഗ്രാമിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു തോണ്ടിക്കണവ നമ്മളെ ഈ കിലോയ്ക്ക് എടുക്കത്തുള്ളൂ, അല്ലാതെ അതിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ അവരെടുക്കത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു റേറ്റാണ് പോകുക. ഏകദേശം 350 രൂപയാണ് 1 കിലോയ്ക്ക് പോകുന്നത്. അപ്പോൾ ഓരോ കണവയായിട്ട് അതിൻ്റെ കുട്ടയിലോട്ട് എടുത്തിടുന്നുണ്ട്. വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ആ കുട്ടയിലിട്ട് അതിനുശേഷമായിരിക്കും ത്രാസിൽ തൂക്കുന്നത്. അങ്ങനെ നമ്മളെ ഇവിടെ പണിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ നമ്മളെ ചേട്ടൻ്റെ പേരെന്തോ ജോബിൻ. നമ്മളെ ജോബിൻ ചേട്ടനാണെന്നുണ്ടെങ്കിൽ എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോയാണ് കേട്ടോ. ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ടെൻ്റ് അടിക്കാനാണ് ഞാൻ പ്ലാൻ ഇട്ടത്. അതെന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്ത് പോകുന്നതല്ലേ, ടെൻ്റ് അടിക്കാമെന്ന് തന്നെ വിചാരിച്ചിരുന്നതാണ്. എന്നിരുന്നാൽ ചേട്ടൻ്റെ ഒരേ നിർബന്ധം വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ്.
അങ്ങനെ ഏകദേശം 4 മണിയായിട്ടുണ്ട് കേട്ടോ. 4 മണിയായ സമയത്ത് തന്നെ ഇവിടെ നാളെ പണിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ചൂണ്ടയും കാര്യങ്ങളെല്ലാം ചേട്ടന്മാർ കെട്ടുവാണ്. അതായത് ഇന്നേ കെട്ടി വയ്ക്കുന്നത് നാളെ പണിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മളെ ഈ സ്റ്റിക്കർ ചൂണ്ടയെന്നൊക്കെ പറയില്ലേ, മിനുസം ചൂണ്ടയൊക്കെ വയ്ക്കണേ, ഇതൊക്കെ കണ്ണൻകോഴിയാള അങ്ങനെയുള്ള മീനുകൾക്ക് വേണ്ടിയിട്ട് കെട്ടുന്നതാണ്. അപ്പോൾ ചൂണ്ടയിൽ ആ ഒരു മിനുസം വച്ചിട്ട് കെട്ടും. അതായത് ഇതാണ് എര, ഈ മിനുസം പോലത്തെ സംഭവമില്ലേ, അതാണ് എര. അത് നമ്മൾ രാത്രി വെള്ളത്തിലോട്ട് വിട്ടിട്ട് വലിക്കുന്ന സമയത്തേക്കും എര പോലെ പൊങ്ങിയും താന്നും വരും. ആ സമയത്ത് അതിനെ കണ്ട് മീൻ പിടിക്കാൻ വേണ്ടി വരുമ്പോഴേക്കും ചൂണ്ടയിൽ കുടുങ്ങും. ആ ഇടയിൽ ചൂണ്ട ഇരിക്കുന്നത് അറിയാതെ നിൽക്കുന്നുണ്ടല്ലേ, കണ്ട. അപ്പോൾ ഇതാണ് നമ്മളെ മായക്ക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് കെട്ടിയെടുക്കുന്നതാണ്. ഓരോരുത്തരായിട്ട് പണിക്ക് പോകുന്ന എല്ലാ ആൾക്കാരും വന്നിരുന്ന് കെട്ടിയെടുക്കുകയാണ്. ഞാൻ കെട്ടുന്ന ഒന്ന് ഞാൻ നിങ്ങൾക്ക് നന്നായിട്ട് കാണിച്ചു തരാം. ചൂണ്ട കെട്ടി തീർന്നു. ഇതുപോലെ ഒരുപാട് മണിക്കൂറത്തെ പ്രോസസ്സാണ് ഒരു മായക്ക കെട്ടിയെടുക്കുന്നതെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ചൂണ്ടയും ഓരോ സമയത്ത് കെട്ടിയെടുത്ത് ഇതുപോലെ ഇങ്ങനെ കെട്ടി ഒരു 5-6 മണി വരെ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരുന്ന് അത്രയും കെട്ടിയെടുത്തതിന് ശേഷം ഓരോ മായൊക്കെ കുരുങ്ങി പോകുന്നതനുസരിച്ച് പുതിയ മായൊക്കെ കെട്ടി വിടുന്നതൊക്കെ ഇങ്ങനെ ഈ സമയത്തുള്ള കഷ്ടപ്പാടാണ്. അത് നമുക്ക് പലപ്പോഴും കാണിക്കാൻ പറ്റിയിട്ടില്ല. എന്നിരുന്നാൽ ഈ ഒരു ടൈമിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരാൾ ഒരു കളർ കിട്ടുന്നു, ഇവിടെ ഒരു കളർ കിട്ടുന്നു, ഇവിടെ മഞ്ഞ കിട്ടുന്നു, അപ്പത്തെ ചുവപ്പ് കിട്ടുന്നു. അങ്ങനെ ഓരോന്നായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുക. വാച്ചാ പറയും ഇത്രയും നേരം എന്ത് ചെയ്യായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 8:30 ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ നിൽക്കുന്ന പുതിയ തുറ തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇവിടെ വള്ളത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു വള്ളം അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ജോബിൻ ചേട്ടൻ അറേഞ്ച് ചെയ്ത് ജോബിൻ ചേട്ടൻ കൂടെ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ സ്റ്റേ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സന്തോഷ് അളിയുണ്ട്. സന്തോഷ് അളിയനും പിന്നെ ലെനിനുണ്ട്. ലെനിന് എന്തോ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ വീട്ടിലായിരുന്നു ഇത്രയും നേരം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ അവിടെ കിടന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്കും സമയം ഇത്രയായി. അപ്പോൾ ഇന്ന് സ്റ്റേ ഇവിടെ അടിച്ചതിന് ശേഷം നാളെ ഇവിടുത്തെ മീൻ കച്ചവടം കാര്യങ്ങളും ഏകദേശം 6-7 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചയിലോട്ട് നിങ്ങളെ കൊണ്ടുപോകാം. അതിന് മുന്നേ നമ്മൾ ഈ വീഡിയോ ഇന്നത്തെ ദിവസത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞ് നമുക്ക് വീഡിയോസ് ഓരോരോ ദിവസത്തെ വീഡിയോസ് തന്നെ അന്നന്ന് ദിവസങ്ങളിൽ കാണാം.